പവിത്രതകളേറെ നിറഞ്ഞ പരിശുദ്ധമായ ദുൽഖഅദ മാസം. ആ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതും വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. പിന്നെ കൂടാതെ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷവും, വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട്, അത് നമ്മൾ പറയുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. 2-3 വരിയുണ്ട് ആ ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന 15 വമ്പൻ പ്രതിഫലങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്നത് 15 പ്രത്യേകതകളാണ്. ആ 15 പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം കിട്ടാൻ ഉമ്മമാര് പ്രത്യേകം ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിസ്കാര പായിൽ ഇരുന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അത് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സദസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: ഒരു ഇസ്തിഗ്ഫാർ, ഒരു സ്വലാത്ത്, അതുപോലെ തന്നെ ഒരു ദുആ. അപ്പോൾ ഈ 3 കാര്യങ്ങളും പുരുഷന്മാരും പറയണം, സ്ത്രീകളും പറയണം, അതുപോലെ തന്നെ ഇത് നിസ്കാരമില്ലാത്തവർക്കും പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വിശദമായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചറബ് നമുക്കെല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അറിയുന്നവനാണ്. പടച്ചവൻ എല്ലാ വിഷമങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് എല്ലാവരും ഉള്ളത് വിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണ്. ദുൽഖഅദ മാസത്തിൻ്റെ ഒന്നാമത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളും എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത ഞാനിനി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത, ശ്രേഷ്ഠത. ഇന്ന് സൂറത്തുൽ കഹഫ് ഓതുക, അതുപോലെ നഖം വെട്ടാനുള്ളവർ നഖം വെട്ടുക, അതുപോലെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാനുള്ളവർ അത് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, നേരത്തെ ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുക, അതുപോലെ സിയാറത്ത് ചെയ്യുക, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കുക, സ്വതക്കുകൾ അധികരിപ്പിക്കുക. ഇതൊക്കെ സാധാരണ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. അതങ്ങനെ ചെയ്യാം. ഒരാൾ ചോദിച്ചു, ഉസ്താദേ, വെള്ളിയാഴ്ച ഉച്ചക്ക് ഇറച്ചി കഴിക്കൽ സുന്നത്താണോ എന്നൊരാൾ ചോദിച്ചു. വെള്ളിയാഴ്ച പോത്തിറച്ചി വാങ്ങേണ്ടതുണ്ടോ, അത് സുന്നത്താണോ, അങ്ങനെ പോത്തിറച്ചി കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കണമെന്നൊന്നും ഒരു സ്ഥലത്തുമില്ല, അങ്ങനെയൊന്നുമില്ല. കഴിക്കാം, ഇല്ലെങ്കിൽ മീൻകറി ആണെങ്കിലും കൂട്ടാം, ഇല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും കഴിക്കാം. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണം തന്നെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ട് എപ്പോൾ ഭക്ഷണം കഴിക്കാന്നേ ഉള്ളൂ. എപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അല്ലേ, നമ്മൾ ചെറിയ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് അല്പം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വലിയ പെരുന്നാളിന് നിസ്കാരത്തിന് ശേഷമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. എന്ത് ഭക്ഷണവും നമുക്ക് കഴിക്കാം, ഹലാലായ ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം, കാരക്ക, അതുകൊണ്ടായിരിക്കും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സുകൾ അല്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇറച്ചി 40 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കൽ. അത് കാരണം ഇറച്ചി എന്ന് പറഞ്ഞാൽ എന്താ, അത് പ്രോട്ടീനാണ്. അമിതമായി കഴിച്ചാൽ അത് നമുക്ക് ശരീരത്തിന് കേടാൻ. തീരെ കഴിക്കാതിരുന്നാലും ഇറച്ചിയിൽ നിന്ന് കിട്ടേണ്ട, ഈ മീറ്റിൽ നിന്ന് കിട്ടേണ്ട ചില പോഷകങ്ങളുണ്ട്, അത് കിട്ടാതെ വരും. അങ്ങനെയല്ല, എല്ലാം ഒരു മധ്യനിലയിലാവണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കൽ നിർബന്ധമാണോ സുന്നത്താണോ അങ്ങനെയൊന്നുമില്ല. കഴിക്കേണ്ടവർക്ക് കഴിക്കാം, ഇല്ലാത്തവർക്ക് വിടാം, അത്രേ ഉള്ളൂ. വേറെ അതിന് പ്രത്യേകിച്ച് ഇനി ജവാബ് മറുപടിയൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ച ദിനമാണ്.
വെള്ളിയാഴ്ച ദിനം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സമയമാണ്. വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളതെന്നാണ്. ഫർളായ എല്ലാ നിസ്കാരങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട്. പ്രത്യേകിച്ച് സുബഹി നമസ്കാരമാണ്, അതുപോലെ അസ്ർ നിസ്കാരമാണ് നിസ്കാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള നിസ്കാരം. ഈ സുബഹി നിസ്കാരങ്ങളിൽ വെച്ച് തന്നെ വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നമസ്കാരം അതിനൊരുപാട് നേട്ടമാണ്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഒന്നുകിൽ സൂറത്ത് സജദ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ദഹ്ർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അല്ലെങ്കിൽ സൂറത്തുൽ ഗാശിയ ഓതൽ സുന്നത്താണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓതാൻ അറിയാമോ? അറിയാമെങ്കിൽ ഇത് ഓതുക. ഇല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിൽ നമുക്കറിയാവുന്ന ഒരു വലിയ സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഒരു ചെറിയ സൂറത്ത്, ഉസ്താദെ ഞങ്ങൾക്ക് ഈ വലിയ സൂറത്തൊന്നും അറിയില്ല, ചെറിയ കുഞ്ഞു സൂറത്ത് അറിയാവുന്നത് ആയിക്കോട്ടെ, അത് മതി. എങ്കിൽ സുബഹി നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എങ്കിലും ചുരുങ്ങി നമ്മൾ ഓതിയിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഓർഡറാണ് ഏറ്റവും സുന്നത്തായ രൂപം. അത് ഓതാൻ അറിയുന്നവർ അങ്ങനെ ഓതുക, ഇല്ലെങ്കിൽ ഈ ചെറിയ സൂറത്ത് ഇങ്ങനെ ഓതിയാലും മതി. അങ്ങനെയെങ്കിലും ഓതുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖുർആൻ ഒരുപാട് മനഃപ്പാഠമാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഉസ്താദ് ഞങ്ങൾ ഇനി എങ്ങനെ ഖുർആനൊക്കെ കണത് പഠിക്കുക? ഞങ്ങൾക്കിപ്പോൾ വയസ്സായി, ഇനി പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും എല്ലാ ദിവസവും. ഇപ്പോൾ എത്രയോ ഉമ്മമാര് അവരൊക്കെ കാലാകാലങ്ങളായി സൂറത്ത് കഹഫ് ഓതി അവർക്ക് മനഃപ്പാഠമാണ്. സൂറത്ത് യാസിൻ നമുക്ക് കാണാതറിയാം, സൂറത്ത് മുൽക്ക് അറിയാം, സൂറത്തുൽ വാഖിഅ അറിയാം. അതൊക്കെ സ്ഥിരമായി നമ്മളിങ്ങനെ ഓതുമ്പോൾ നമുക്കത് മനഃപ്പാഠമായി കിട്ടും. അങ്ങനെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിനത്തിൽ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഇനി പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ അയാൾ പറഞ്ഞാൽ, ഉസ്താദേ വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞല്ലോ, ഇപ്പൊ സുബഹി കഴിഞ്ഞിട്ടുള്ള സമയമല്ലേ, ഇനി എന്ത് ചെയ്യും? വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞോ അല്ലെങ്കിൽ അസറിന് ശേഷമോ, വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ അയാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട അവൻ്റെ കിതാബുണ്ടല്ലോ, നന്മയും തിന്മയും എഴുതപ്പെടുന്ന കിതാബുണ്ടല്ലോ, ആ കിതാബിൽ തിന്മ എഴുതപ്പെടുന്ന കിതാബ്, ആ കിതാബ് കരിച്ചു കളയാൻ അല്ലാഹു തആല ആ തിന്മ എഴുതുന്ന മലക്കിനോട് പറയുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. ഇങ്ങനെ നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന റഖീബ് അതീദ് അലൈഹിമസ്സലാത്തു വസ്സലാം, രണ്ട് മലക്ക് ഉണ്ടെന്നാണ് നമ്മുടെ തോളുകളിൽ, അല്ലേ? ആ തോളുകളിൽ ഇരുന്ന് നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്ക്, ആ തിന്മ എഴുതുന്ന, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് രേഖപ്പെടുത്തുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് അല്ലാഹു പറയും, അവൻ്റെ ആ തിന്മയുടെ കിതാബ് അങ്ങോട്ട് കരിച്ചു കളഞ്ഞേക്ക്, ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ ആദ്യം തൊട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി, കാരണം അവൻ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അവൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്നല്ല ഏത് ദിവസവും പറയാം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പറഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇത് കാണാതെ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഇസ്തിഗ്ഫാർ. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ അതൊന്ന് പൗസ് നോക്കിയിട്ടൊന്ന് പേപ്പറിലേക്ക് എഴുതിയെടുത്തോ, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നോക്കി നിങ്ങൾക്ക് ഓതിയാലും മതി. ഒരൊറ്റ പ്രാവശ്യം മനസാന്നിധ്യത്തോടു കൂടി ഇത് പാരായണം ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് അത് ഓതാം. അതിനു മുമ്പ് ഇസ്തിഗ്ഫാർ അത് വല്ലാത്തൊരു പവറുള്ള ഒരു സാധനമാണ്. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്നോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം, ഇങ്ങനെ ഒരുപാട് രൂപത്തിലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി, ഇങ്ങനെ ഒരുപാട് രൂപത്തിൽ ഇസ്തിഗ്ഫാർ പറയപ്പെടാറുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാം. ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 100 വട്ടം പറഞ്ഞാൽ അവനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവില്ല. മുടങ്ങാതെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത മുത്ത് റസൂൽ ഒരു ദിവസം 70-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു. എങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പറയണം ഇസ്തിഗ്ഫാർ. അപ്പോൾ സുബഹി നമസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നമ്മൾ നിത്യമാക്കി പറയുക ഒരു 100 ഇസ്തിഗ്ഫാർ. ഒരു പ്രയാസവും അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലേ 1 പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് 10 പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് 20 30 40 50 വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറയാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക,
പെണ്ണുങ്ങൾ ഓടിപ്പോല്ലേ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കി, അൻസ്കാര പാല് മുസല്ലയിൽ തരി ഇരുന്നിട്ട് കണ്ണടച്ചിങ്ങനെ പറ അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ ഇസ്തിഗ്ഫാർ പറയുമ്പോഴും മനസ്സിൽ കൊണ്ടുപോവാ ചെയ്തു പോയ തെറ്റുകൾ. അള്ളാഹു തആല പുറത്തു തരും. പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരും, ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റിത്തരും. അതുപോലെ തന്നെ ഉസ്താദെ പൈസ കിട്ടുന്നുണ്ട്, ഓരോ ദിവസവും 1000 രൂപ വെച്ചൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ബാക്കിയാവുന്നില്ല, ബാലൻസ് ഒന്നും ആവുന്നില്ല, എല്ലാം ചിലവായി പോകുന്നു. നിങ്ങൾക്ക് അള്ളാഹു തആല ബറക്കത്ത് തരും സമ്പത്തിൽ. ഇസ്തിഗ്ഫാർ പറ. ഇതൊക്കെ ഒരുപാട് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം. അള്ളാഹു തആല ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നമ്മുടെ മറ്റേ ഇസ്തിഗ്ഫാറിലേക്ക് കടന്നാലോ? ഏതാണ് ഇസ്തിഗ്ഫാർ, എങ്ങനെയാണ് പറയേണ്ടത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇതാണ് ഇസ്തിഗ്ഫാർ. ഉസ്താദ് ഒന്നുകൂടി പറയോ? ഇത് കേട്ടോ, സ്ക്രീനിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഉന്നതനായ അല്ലാഹ്, നീയല്ലാതെ ആരാധനക്കർഹനില്ല, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹുവേ, നിന്റെ അടിമകൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നീ പുറത്തു കൊടുക്കുന്നവനാണ്. അടിമ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും നീ പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണയല്ലാ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഇസ്തിഗ്ഫാർ ഒന്ന് പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഇസ്തിഗ്ഫാർ ഇന്ന് സുബഹിക്ക് ശേഷം പറയേണ്ടതായിരുന്നു. ഇപ്പോൾ സുബഹി കഴിഞ്ഞു, ഇനി ഇൻഷാ അല്ലാഹ് നമുക്കുള്ളത് അസർ കഴിഞ്ഞോ അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞോ നമ്മൾ ഇത് പറയുക. ഒരൊറ്റ വട്ടം പറഞ്ഞാൽ നല്ല മനസാന്നിധ്യത്തോടെ പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങളാണുള്ളത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു, കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നതെല്ലാം അള്ളാഹു പുറത്തു തരുകയാണ്. ഇബാദത്തുകൾ ചെയ്യാൻ നമുക്കൊരു ഉന്മേഷമുണ്ടാകുന്നു. പിന്നെയോ നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. കച്ചവടം, ജോലി, വാഹനം, വീട്, എല്ലാത്തിനും അള്ളാഹു തആല അനുഗ്രഹം, നിഅമത്ത് അധികരിപ്പിച്ചു തരും. അതൊക്കെ ബറക്കത്തിലാക്കി തരും. ദുന്യാവ് നമുക്ക് നിസ്സാരമായി തോന്നും, ആഖിറത്തോടൊരു താല്പര്യം തോന്നും. ശൈത്താന്റെ കെണിവലകളിൽ നിന്നുള്ള കാവൽ കിട്ടും. പ്രയാസം മാറാൻ, ക്ലേശങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ, നമുക്ക് അള്ളാഹു ഒരുപാട് നിഅമത്ത് തരാൻ, അതുപോലെ തന്നെ മാനസികമായ ശാരീരികമായ പ്രതിസന്ധികൾ മാറാൻ, അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരിയായി നമ്മുടെ പാപങ്ങൾ പുറത്ത് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ, അതുപോലെ തന്നെ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, വലത് കൈയിൽ കിതാബ് കിട്ടാൻ, സ്വർഗത്തിൽ മിന്നൽ വേഗത്തിൽ കടന്നു പോവാൻ, നരകശിക്ഷയിൽ നിന്നും കാവൽ കിട്ടാൻ, പ്രശ്നപ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ. ഏകദേശം ഈ ഇസ്തിഗ്ഫാറുകൾ നമ്മൾ അധികരിപ്പിച്ചാൽ നമുക്ക് 15 വമ്പൻ പ്രതിഫലങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ, ഇപ്പോൾ പറഞ്ഞ ഇസ്തിഗ്ഫാർ നമുക്ക് ഒരു വട്ടം ഓതിയാൽ മതി. അതല്ലാതെ നമുക്ക് സാധാരണ നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്, അതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവർ, ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ചക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് നമുക്ക് ഏത് സ്വലാത്തും ചൊല്ലാം, അറിയാവുന്ന ഏത് സ്വലാത്ത്, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ? ഇപ്പം തന്നെ
ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതൊരു വല്ലാത്ത ഒരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സ്വലാത്താണ്. അതുപോലെ തന്നെ ദുആ ചെയ്യുക. ദുആ നമ്മൾ അധികരിപ്പിക്കുക. നമ്മൾ ഉസ്താദേ ദ്വാരക്കണേ എന്ന് നമ്മൾ ദുആ വസീയത്ത് പറയാറുണ്ട്. ഉസ്താദൊക്കെ ദ്വാരക്കും. പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയാറുണ്ടോ? അത് വേണ്ടേ? നമ്മുടെ കാര്യം മറ്റുള്ളവരല്ല പറയേണ്ടത്, നമ്മൾ തന്നെയാണ് അള്ളാഹുവിനോട് പറയേണ്ടത്. പടച്ചോനെ, എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ പ്രശ്നം നീ മാറ്റി തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയണം. എങ്കിൽ ആ ദുആ അല്ലാഹു തആല ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആരക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക. ഏതെങ്കിലും ഒരു സമയത്ത് ജുമാ കഴിഞ്ഞോ ഉമ്മമാരെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ളുഹർ നമസ്കാരത്തിന് ശേഷം അല്ലേ നല്ല രൂപത്തിൽ കരഞ്ഞ് നിങ്ങൾക്ക് ദുആരക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എത്രയോ ഉമ്മമാർ എത്രയോ വേദനകൾ സഹിക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. ഞങ്ങളുടെ ഭാര്യമാർ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പെൺമക്കൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഇങ്ങനെ നമ്മൾ ദുആരക്കുക, ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇന്ന് ഈ ദുആ പുരുഷന്മാര് ആമീൻ പറയും. പള്ളിയിലെ ഉസ്താദുമാര് മിമ്പറിൽ കയറിയിട്ട് ഈ ദുആ പറയുമ്പോൾ പുരുഷന്മാരെല്ലാവരും ആമീൻ എന്ന് പറയും. പക്ഷെ വീട്ടിൽ ഉമ്മമാര് നിങ്ങളും ഈ ദുആ പറയണം. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറിൻ്റെ കാര്യം പറഞ്ഞു, സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ ചൊല്ലിയാൽ എന്താ നേട്ടം? കിട്ടാത്ത ഒരു സംഗതിയില്ല, എല്ലാം കിട്ടും. മനസ്സിൽ കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. പിന്നെ ഇപ്പോൾ പറഞ്ഞ ദുആ അല്ലാഹ് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, എല്ലാ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടിയിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ രാഷ്ട്രീയമായ ചർച്ചകൾ നമ്മൾ നടത്താറില്ല കൂടുതൽ, അല്ലേ? അല്ലാത്ത വേണ്ടാത്ത ഒരുപാട് ചർച്ചകളുണ്ട്, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ആത്മീയമായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, നിങ്ങൾ എന്നിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചാനൽ വന്നിട്ടുള്ളത്. അല്ലാതെ മൊത്തത്തിൽ ഒരു പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട്, അതിലേക്ക് പോവാം. നമ്മളീ പറയുന്നത് ദീൻ അനുസരിച്ചുള്ള നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ, ആഖിറത്തിൽ വിജയിക്കാൻ, ദുന്യാവിൽ വിജയിക്കാനുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ദിനമാണ്, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകതയൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ദിനത്തിലേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇത് എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കണേ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.